ചാനലിലൂടെ അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. സങ്കടം തോന്നി. എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതല്ല. സുഹൃത്തുക്കളെ, ഇത് ഞാൻ തന്നെ ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു മനുഷ്യൻ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. അതെങ്ങനെയാണ്: വയനാട്ടിലെ ഏതെങ്കിലും വീട്ടിൽ താമസം തുടങ്ങിയോ ഭായ് എന്നാണ് ഈ ഒരു ചോദ്യം. എൻ്റെ പ്രിയ സുഹൃത്തെ, ഇത് ചോദിച്ചിരിക്കുന്നത് കാർത്തിക പ്രദീപ് എന്ന് പറയുന്ന ഒരാളാണ്. ഒരു 9 മണിയാകുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു വിവരണം ഞാൻ തരാം, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ തരാം എന്നായിരുന്നു ഞാൻ അപ്പോൾ കൊടുത്തൊരു ഉത്തരം. അതിൽ വിശദീകരണമായിട്ട് വന്നതാണ്. ഞാൻ ആ വീഡിയോ സ്പെസിഫിക്കായി ചെയ്യാൻ കാരണം, വയനാട്ടുകാരെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു വാർത്താ അവതാരിക അതിഭീകരമായിട്ട് അപമാനിച്ചു എന്നത് കാണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി LDFകാർ എന്നൊരു ആരോപണമായിരുന്നു സ്മൃതി പരുത്തിക്കാട് ഇട്ടത്. അതിനെ എതിർത്തുകൊണ്ട് അവരെന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇഷ്ടം കൊണ്ട് പോയതാണ് കെ രാജനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്ക് അപാരമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ആ കെ രാജ് എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററുമായിട്ട് വയനാട്ടിലെ ആ ഒരു പ്രദേശത്തെ ആ പ്രദേശവാസികൾക്ക് ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അത് സ്മൃതിക്ക് മനസ്സിലാവാത്തത് അവരൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രം മാത്രം വിശ്വസിച്ച് പോകുന്നതുകൊണ്ടാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കാൻ അവർക്ക് തയ്യാറില്ല, താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും ഇവർ ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ വെച്ചാൽ, വയനാട്ടിലെ വർക്കുകൾ എന്തായി എന്നുള്ളതാണ്. എന്തായാലും വയനാട്ടിലെ വർക്ക് എന്തായി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ അപ്ഡേഷൻ, ഏറ്റവും പുതിയ അപ്ഡേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് തരാം. അപ്പൊ നമ്മൾ ടൗൺഷിപ്പ് അങ്ങനെ ഉഷാറാവാൻ പോകട്ടോ. ടൗൺഷിപ്പിലേക്ക് എല്ലാ വീടുകളിലേക്കും സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോയിൽ. അതായത് 2 kV സോളാർ പാനലാണ് ഓരോ വീടിനും അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഓരോ ക്ലസ്റ്ററിലേക്കും 10 kV സോളാർ പാനലും അതനുസരിച്ചുള്ള കണക്ഷനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അദാനിന്റെ സോളാർ പാനലാണ്. എന്റെ സുഹൃത്തെ, ഇത് വയനാട്ടിൽ നിന്ന് ഇന്ന് വന്നൊരു വീഡിയോ ആണ്. വയനാട്ടിൽ നിന്ന് ഇന്ന് വന്നൊരു വീഡിയോ ആണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വയനാട് ടുഡേ എന്നൊക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും മറ്റും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ഇൻഫർമേഷൻസ് കിട്ടും. അതിൽ പറയുന്നത് അവിടെ സോളാർ പാനൽ വന്നു തുടങ്ങിയിരിക്കുന്നു. അദാനിയുടെ സോളാർ പാനലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിനും 2 kV വെച്ചിട്ട്. ഒപ്പം തന്നെ 10 kV ഒരു വലിയ സോളാർ ഓരോ ക്ലസ്റ്ററിലും കൊടുക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടുകാരനും ഭാവിയിൽ ഈ കറണ്ട് ബില്ല് അടയ്ക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യേണ്ടി വരില്ല. അത്രയ്ക്ക് ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും ഗംഭീരമായിട്ടുള്ള, ലോകോത്തര നിലവാരമുള്ള വീടുകളാണ്, സൗകര്യങ്ങളാണ് അവർ ഒരുക്കി കൊടുക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു സൗകര്യവുമില്ലാതെ ആ വീട്ടിലേക്ക് അവരെ അങ്ങോട്ട് പറിച്ചു നടന്നോ? ഇനി രണ്ടാമത്തെ നിങ്ങളൊരു പ്രശ്നം, അപ്പൊ അവരെന്ത് ചെയ്യും? അവർ പട്ടിണിയല്ലേ എന്നാ? അല്ല, നിങ്ങളൊക്കെ ഈ കമന്റ് അടിക്കുന്ന പല ആളുകളും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വയനാട്ടിലൊന്ന് പോകണം, ഈ സ്ഥലത്തേക്ക് ഒന്ന് പോകണം. അവിടേക്ക് അലോഡാണ്, നിങ്ങൾക്ക് അവിടെ പോവാം, അവിടുത്തെ സൗകര്യങ്ങൾ കാണാം. അവിടെയുള്ള ആ താമസിക്കാൻ വേണ്ടി അനുവാദം കിട്ടിയിട്ടുള്ള ഈ അടുത്ത് അവർക്ക് അതിനുള്ള പേപ്പറും മറ്റൊക്കെ കൊടുത്ത് സ്വീകരിച്ച ആളുകൾ, നമ്പർ കിട്ടിയ ആളുകളൊക്കെ ഇപ്പോഴും താമസിക്കുന്ന വാടകയ്ക്ക് തന്നെയാണ്. ആ വാടകയൊക്കെ ആകെ മൊത്തം തുകയായിട്ട് 24,000 25,000 വരെ തുകയാണ്. 24 മുതൽ 25 വരെ തുകയാണ് അവർക്ക് ഓരോ മാസവും നമ്മുടെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ വീട് പണി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പോയി താമസിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ താമസിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വിഷുവിനോടനുബന്ധിച്ച് അവിടേക്ക് കയറി താമസിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചേ, പക്ഷെ നടന്നില്ല. അതിന്റെ കാരണമായിട്ട് പറയുന്ന നമ്മുടെ പത്രപ്രവർത്തകർക്ക് പറഞ്ഞൊരു കാര്യം, അവിടെ ഇപ്പൊ ജോലിക്കാരൊന്നും ഇല്ല എന്നുള്ളതാണ്. വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നിയമസഭ ഇലക്ഷൻ എല്ലായിടത്തും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് SIRന്റെ ഭാഗമായിട്ട് പല തൊഴിലാളികളും അവര് ഈ SIRൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ പത്രികയുണ്ടല്ലോ, എന്ത് പത്രികയാണ്, നമ്മുടെ വോട്ടർ ലിസ്റ്റ്, ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകളൊക്കെ ലീവ് എടുത്ത് പോയായിരുന്നു. അവരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. അവിടെ വീണ്ടും വർക്ക് പഴയതുപോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതല്ലാത്ത വാർത്തകൾ മുഴുവൻ ഫേക്കാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആളുകളെയാണ് വേണ്ടത്, അത് വയനാട്ടിൽ തന്നെയുള്ള ആ ഒരു ചൂരൽമലയ്ക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ നേരിട്ട് അറിയുന്ന ഈ ഒരു ടൗൺഷിപ്പിന്റെ തൊട്ടടുത്തു നിന്നുള്ള വാർത്താ മാധ്യമങ്ങളെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്.
അവരെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി കേൾക്ക്. ഷിപ്പിലേക്ക് ഇപ്പൊ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. ലോഡ് കണക്കിന് സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടൗൺഷിപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് കാഴ്ചയാണ് നമ്മൾ കാണിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ജോലിയൊക്കെ നിന്നുപോയി, പണിക്കാരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കുറച്ചു കാലത്തേക്ക് പണിക്കാര് പശ്ചിമ ബംഗാളിലേക്കൊക്കെ പോയി. SIRൽ നിന്ന് അവിടെ കുറെ പേര് പുറത്തായി പോയല്ലോ. 90 ലക്ഷം പേരാണ് അവിടെ പുറത്തായത്. അപ്പൊ ഇവിടുത്തെ തൊഴിലാളികൾ കുറച്ചു പേര് വെസ്റ്റ് ബംഗാളുകാരായിരുന്നു, അവരങ്ങോട്ട് പോയി. ഇപ്പൊ കുറെ പേരൊക്കെ തിരികെ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ മലയാളികൾ തൊഴിലാളികളെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ജോലികളൊക്കെ അങ്ങനെ പുരോഗമിക്കുകയാണ്. മഴക്കാലത്തിന് മുമ്പ് എല്ലാവരും താമസിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ട ഉദ്ഘാടനം നടന്നിട്ട് ആരും താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ വിവാദമായി. ഇപ്പോഴും സന്ദർശകർക്ക് ഒരു കുറവില്ല. വീടൊക്കെ കാണാൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കി നോക്കി. ഇവിടെ ആ വീടിന്റെ മുകളിൽ പാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ് ചെയ്ത് സോളാർ പാനലുകൾ ഫിറ്റ് ചെയ്ത, കറണ്ട് ബില്ല് അടയ്ക്കേണ്ടാത്ത, ഏറ്റവും നല്ല ഡ്രൈനേജ് സംവിധാനമുള്ള, ഈ ഒരു ഗംഭീര മഴയും മറ്റും പെയ്തു കഴിഞ്ഞാൽ ഒലിച്ചു പോകാൻ സാധ്യതയില്ലാത്ത തരത്തിലൊക്കെയാണ് ആ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ്, അതിൻ്റെതായ താമസം അതിന് വരും. അതല്ലാതെ താമസം തുടങ്ങിയോ ഈ ചോദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്ന ഇത്തരം ആളുകളൊക്കെ ചോദിക്കേണ്ടത്, അവരോട് നെഗറ്റീവായിട്ടാണ് അവർ ചോദിച്ചതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ ഇതേ ചോദ്യങ്ങൾ കൂടി ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരോടാണ്. അവരോട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു വീട് പണി തുടങ്ങിയോ എന്നെങ്കിലും ചോദിക്കണം. നമ്മളെല്ലാവരും ചോദിക്കണം. കാരണം ആ വയനാട്ടുകാർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മളവരെ എടുക്കണം. അതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചോദിക്കേണ്ടത് കോൺഗ്രസ്സുകാരോടാണ്. നിങ്ങൾ ആ വീട് പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ന് തുടങ്ങും ചോദിക്കണം. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ ആ ഒരു സുനാമി സമയത്ത് നിങ്ങൾ 1000 ചില്ലറ കോടി എങ്ങാണ്ട് പിരിച്ചിട്ടുണ്ടാകുന്നല്ലോ, അതിന്റെ ഭാഗമായിട്ട് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നു. അത് വീട് വെച്ച് കൊടുത്തോ? ഇങ്ങനെ അവർ കല്ലിട്ട് പോയ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ളതാണ്. നിസ്സംശയം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അവർ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് 140 കുടുംബങ്ങൾ ഈ കോൺഗ്രസ്സുകാർ വീട് വെച്ച് തരുമെന്ന് വിചാരിച്ച് വിശ്വസിച്ചിരിക്കുന്നുണ്ട്. എന്തിനേറെ സൗമ്യയോ സ്മൃതിയോ എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടി, ശ്രുതിയാ തോന്നുന്നുണ്ട്, ഒരു പെൺകുട്ടി അതിഭീകരമായിട്ട് അവരെ രക്ഷിതാക്കളെല്ലാം നഷ്ടപ്പെടുന്നു. വിവാഹം കഴിക്കാൻ ഉറച്ച ഭർത്താവും നഷ്ടപ്പെടുന്നു, കാമുകനും നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവസാനം ഗവൺമെന്റ് ജോലിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ജീവിച്ചു പോണ സമയത്ത് അവര് പറഞ്ഞു സിദ്ദീഖ് തരുന്ന വീട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോയി. ഗവൺമെന്റ് വീട് വേണ്ടെന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം വാങ്ങിച്ചു പോയി. അവസാനം അവർക്കും ബോധ്യമായി കോൺഗ്രസ്സുകാരും സിദ്ദീഖ് അടക്കമുള്ള ആളുകളൊന്നും വീടൊന്നും വെച്ച് തരാൻ പോകുന്നില്ല, ഞാൻ വഴിയാതാരാകാൻ പോവാണ്, അതുകൊണ്ട് ഗവൺമെന്റിന്റെ വീട് മതി, ആ 15 ലക്ഷം ഞാൻ തിരികെ അടയ്ക്കാം എന്ന് അടക്കാർ പറഞ്ഞു. പക്ഷെ ഗവൺമെന്റ് അത് ആ അപേക്ഷ നിരസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെ ആയിരിക്കെ എന്തുകൊണ്ടാണ് ഈ നുണകളെ മാത്രം ആളുകൾ എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് ഒട്ടുമേ മനസ്സിലാവുന്നില്ല. ബൈ.